ദിവസവും കഴിയുന്തോറും UDFന്റെ ഏറ്റവും മോശം നേതാവാണ് താനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. ഇരിക്കൂർ കൊയ്യത്ത് വെച്ച് കെ സുധാകരന്റെ വാഹനം UDF പ്രവർത്തകർ തന്നെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് 50ഓളം വരുന്ന ലീഗ് UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കെ സുധാകരന് നേരെ ഉണ്ടായിരിക്കുന്നത്. നമ്മള് UDFന്റെ പ്രവർത്തകരാണ്, ഒരാളുമല്ല. നമ്മള് UDFന്റെ പ്രവർത്തകരാണ്, ഒരാളുമല്ല. മാത്രമല്ല, ഈ ഒരു സംഭവം തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴാണ് കെ സുധാകരൻ ഈ ഒരു മണ്ഡലം സന്ദർശിക്കുന്നത്. പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ ഇടിലത്തിലവതാരമാർന്ന ചാമുണ്ടികേ സകല വിജയങ്ങൾക്കും ആധാരഭൂതയായി ഇവിടെ വാണരുളും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനായി വോട്ട് അഭ്യർത്ഥിച്ച് ജനങ്ങളെ കണ്ടതിന് ശേഷം ഇതുവരെ ആ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നു കേൾക്കുന്നത്. UDFന്റെ പ്രവർത്തകർ തന്നെ ഇത്തരത്തിൽ കെ സുധാകരന് എതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം നിലവിൽ UDFനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പ് കൂടി പടിവാതിൽക്കൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ തന്നെ UDFനെ ദോഷകരമായി ബാധിക്കുന്നതാണ്. മാത്രമല്ല, വളരെ രോഷാകുലരായി നിന്നിരുന്ന UDF പ്രവർത്തകരെ പ്രാദേശിക നേതാക്കളെത്തി അനുനയിപ്പിച്ചാണ് അവരെ പറഞ്ഞയച്ചത്. ശേഷമാണ് കെ സുധാകരന്റെ തടഞ്ഞു വെച്ചിരുന്ന ആ ഒരു വാഹനം കടന്നുപോകാൻ അനുവദിച്ചതും. അതുവരെ പ്രവർത്തകർ കെ സുധാകരനെ പോകാൻ അനുവദിച്ചിരുന്നില്ല. അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി വളരെ മോശമായ രീതിയിൽ തന്നെയായിരുന്നു UDF പ്രവർത്തകർ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ കൂടി നേരിടാൻ നിൽക്കുമ്പോഴാണ് കെ സുധാകരന് പ്രവർത്തകരെയും അണികളെയും ഒക്കെ ഓർമ്മ വരുന്നത്. വോട്ട് വാങ്ങി ജയിച്ചതിന് ശേഷം 7 വർഷത്തോളമായി അവിടുത്തെ റോഡ് ശോചനീയാവസ്ഥയിലാണ്. ഇതുവരെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഇതെല്ലാം തന്നെ അവിടെ ഉയർന്നു കേൾക്കുന്ന ആക്ഷേപങ്ങളാണ്. 7 വർഷത്തോളമായി അവിടുത്തെ റോഡ് ശോചനീയാവസ്ഥയിൽ തന്നെയാണ്. വോട്ട് വാങ്ങി ജയിച്ചതിന് ശേഷം ഇതുവരെ ഈ ഒരു പ്രശ്നത്തിന് സുധാകരൻ പരിഹാരം കണ്ടിട്ടില്ല. ഇതെല്ലാം തന്നെ പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം ഒരു നന്ദി വാക്ക് പറയാൻ പോലും കെ സുധാകരൻ മണ്ഡലം സന്ദർശിച്ചിട്ടില്ല. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർക്കിടയിലേക്ക് സുധാകരൻ ഇറങ്ങിച്ചെല്ലുന്നത്. തീർച്ചയായിട്ടും ഇത് അവരെ ചൊടിപ്പിച്ചിരിക്കാം. കെ സുധാകരന് പാർട്ടിയിൽ യാതൊരു വിലയും ലഭിക്കുന്നില്ല. മാത്രമല്ല, പാർട്ടിക്ക് ഒരു ബാധ്യത എന്ന തരത്തിലേക്കാണ് കെ സുധാകരന്റെ പ്രവർത്തികൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നേതാക്കൾക്കും അദ്ദേഹത്തെ യാതൊരു വിലയുമില്ല. ഇപ്പോഴിതാ അണികൾക്കും അദ്ദേഹത്തെ യാതൊരു വിലയുമില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത്. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും കെ സുധാകരനെ പിന്തുണയ്ക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. മാത്രമല്ല, അണികൾ എണ്ണി പറയുന്നുണ്ട് കെ സുധാകരൻ അവരോട് കാണിച്ച ഓരോ പ്രവൃത്തിയും. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് MP ആയ അദ്ദേഹം MP ഫണ്ട് വേണ്ട വിധത്തിൽ വിനിയോഗിച്ചില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപം അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട്. 2,70,00,000 രൂപയോളമാണ് അദ്ദേഹം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ബാക്കിയായി വെച്ചത്. ഒരു MP സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കുന്ന ഫണ്ട് വേണ്ട വിധത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. എന്നാൽ അതൊന്നും തന്നെ കൃത്യമായി ചെയ്യാത്ത കെ സുധാകരൻ ഒരു നല്ല നേതാവല്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംഭവിച്ച ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്മള് UDFന്റെ പ്രവർത്തകരാണ്, ഒരാളുമല്ല. നമ്മള് UDFന്റെ പ്രവർത്തകരാണ്, നമ്മള് UDFന്റെ പ്രവർത്തകരാണ്, ഒരാളുമല്ല.